Hey guys, welcome back to our channel. So welcome back to another trailer reaction സുഹൃത്തുക്കളെ. ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി എന്ന് പറയത്തക്ക രീതിക്ക് അത്രയും കുറച്ചധികം വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് സുഹൃത്തുക്കളെ ഇത്. സോ കത്തനാർ എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരു 6-7 മിനിറ്റ് ആയതേ ഉള്ളൂ. സോ അപ്പോൾ എന്തായാലും ആട് 3 ഒരു വൻ ഹിറ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അടുത്ത ഹിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്ന ജയസൂര്യയുടെ പുതിയ പടമാണ് സുഹൃത്തുക്കളെ കത്തനാർ. സോ നമ്മുടെ ഹോം മൂവിയൊക്കെ ചെയ്ത ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ആണ് ഇത്. സോ യെസ് ഗൈസ്, അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഷ്ക ഷെട്ടി ഉണ്ട്, പ്രഭുദേവ ഉണ്ട്, പിന്നെ സാൻഡി മാസ്റ്റർ, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ആൾക്കാരൊക്കെയാണ് പടത്തിനകത്ത് വരുന്നത്. സോ യെസ്, എന്തായാലും നമുക്ക് കാണാം സുഹൃത്തുക്കളെ കത്തനാർ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അത്രയും നല്ലൊരു കിഡിലോസ്കി ആയിട്ടുള്ള ഒരു വൻ ക്യാൻവാസിൽ വരുന്ന ഒരു വൻ ബഡ്ജറ്റിൽ വരുന്ന ഒരു പടമാണ് കത്തനാർ എന്ന് പറയുന്ന ഈ ഒരു മൂവി. സോ യെസ്, ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് കത്തനാർ മൂവി സുഹൃത്തുക്കളെ. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർശാലയിൽ അത് വരവേൽക്കപ്പെടും. കാന്തല്ലൂർശാല വിനീതിന്റെ ശബ്ദമല്ലേ? ശ്രീ ഗോകുലം മൂവീസ്. അവബോധത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கும் எட்டாத எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். വിഷണറി പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ. நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമനിൽ നിന്ന് വാഴ്ത്തക്കൾ. This monsoon from Rosin Thomas, director of Hope. Producer of എന്ത് വിഷ്വൽ ക്വാളിറ്റി അല്ലേ! ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് മറ്റേ കടമറ്റത്ത് കത്തനാർ ആ ഒരു സാധനം തന്നെ ആണോ ഇത്? ഐ മീൻ കത്തനാറെന്ന് എനിക്കറിയാവുന്നൊരു കത്തനാർ അതേ ഉള്ളൂ. ആ ഒരു ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആണോ ഇത്? ആണോ? പക്ഷെ ഇത് കുറച്ച് ബ്ലാക്ക് മാജിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് വൻ റീച്ച് ആയിരിക്കും ഇവിടെ. എന്ന് വെച്ചാൽ വിഷ്വലി ഭയങ്കര കെയർഫുൾ ടു ഹൂം യു പ്രേ. ഓ ജയസൂര്യ, അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, സനൂപ് സൻ, സാൻഡി മാസ്റ്റർ, ദേവിക സഞ്ജയ്, ഹരീഷ് ഉത്തമൻ, വിനീത്, നിതീഷ് വർദ്ധൻ, not the tale of an epic reborn. Katanar, the wild sorcerer. സംഭവം കിടുക്കൻ, ഭയങ്കര കിഡിലോസ്കി ആയിട്ടുള്ള വിഷ്വൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഭയങ്കര കിടുക്കൻ. എന്താ പറയുക, ഈ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഗെയിം ഓഫ് ത്രോൺസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ നിങ്ങൾ ചില ഷോർട്സ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ചില ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇതിൽ നിന്ന് ഐ മീൻ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു കുറച്ച് ഞാൻ ഉദ്ദേശം മനസ്സിലായി. അങ്ങനത്തെ ഒരു ക്വാളിറ്റി സാധനങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റി. പിന്നെ എങ്ങും ഈ VFXൻ്റെ ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒന്നും പോരായ്മകൾ എങ്ങും ഒന്നും കണ്ടില്ല. നോട്ട് ദ പോയിന്റ്. അത് കൊടുത്ത കാശും കിട്ടിയ കാശും ഒക്കെ പടത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടെന്ന് സാരം.
എങ്ങും മറ്റേ എച്ച് കെട്ടിക്കാൻ നോക്കിയിട്ടില്ല അവർ, കൃത്യമായിട്ട് അവർ പടത്തിലേക്ക് കാശ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സംശയം ഞാൻ മുമ്പേ ചോദിച്ചത് തന്നെ, എനിക്കറിയാവുന്നൊരു കത്തനാർ എന്ന് പറയുമ്പോൾ മറ്റേ കടമറ്റത്ത് കത്തനാറാണ്. അപ്പം അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അത് മാത്രമല്ല റീബോൺ എന്ന് കാണിച്ച്, അപ്പം ഇനി പക്ഷെ ഇത് കുറച്ച് ബ്ലാക്ക് മാജിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ജയസൂര്യ ചെയ്യുന്നത്. എന്താണ് സംഭവം? ഈ മറ്റേ യക്ഷയെ തറയ്ക്കുന്ന ആ സാധനം അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ലെറ്റ് സീ ഗൈസ്. എന്നാ ഇറങ്ങുന്നതെന്ന് കാണിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതെ, എന്നാ ഇറങ്ങുന്നതെന്ന് കാണിച്ചിട്ടില്ല. സോ അപ്പോൾ എന്തായാലും ഈ വർഷം എന്തായാലും ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പം അടുത്ത ഒരു 100 കോടി പടമായിട്ടായിരിക്കും സുഹൃത്തുക്കളെ ഇത് ഇറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് വരുന്നത്. ഇപ്പോൾ ഒരു 100 കോടി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത. സോ യെസ്, പുള്ളിയുടെ ഒരു 4 കൊല്ലം പുള്ളി മാറ്റി വെച്ചെടുത്ത 2 പടമാണ്. ഒന്ന് ഇത് കത്തനാർ, പിന്നെ നാട് 3. സോ യെസ്, ലെറ്റ് സി. സോ യെസ് കേസ്, അപ്പോൾ അതാണ് കത്തനാർ എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. സോ യെസ് കേസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.